ശരീരം മുഴുവൻ നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു ബാത്തിങ് പൗഡറാണ് ഞാനിന്ന് പറയുന്നത്. ഈ ഒരു ബാത്തിങ് പൗഡർ നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരവും മുഖവും ഒക്കെ നല്ലതുപോലെ നിറം വെക്കുന്നതാണ്. വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആണെങ്കിലും മുഖത്തിൻ്റെ ആണെങ്കിലും ചർമ്മത്തിന് നല്ലതുപോലെ നിറം വെക്കാനായിട്ട് ഈ ഒരു ബാത്തിങ് പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ തെളിവ് സഹിതം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കൂടി സാധിക്കുമല്ലോ. ഈ ഒരു ബാത്തിങ് പൗഡർ എല്ലാതര ചർമ്മക്കാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ തന്നെ 3 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കും ഈ ഒരു ബാത്തിങ് പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഒരു ബാത്തിങ് പൗഡർ തയ്യാറാക്കുന്നത്, അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ക്യാരറ്റ് ബാത്തിങ് പൗഡറാണ്. ഈ ഒരു ബാത്തിങ് പൗഡർ ബീട്രൂട്ടിനെക്കാട്ടിലും നല്ല റിസൾട്ടാണ് നൽകുന്നത്. കാരണം ബീട്രൂട്ട് ബാത്തിങ് പൗഡറിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഈ ഒരു ക്യാരറ്റ് ബാത്തിങ് പൗഡറിൽ നിന്ന് സാധിക്കും. പല സിനിമാ നടിമാരും ഈ ഒരു ബാത്തിങ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. പലരുടെയും ചർമ്മ രഹസ്യവും ഇത് തന്നെയാണ്. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ നല്ലതുപോലെ നിറം കൂട്ടാനായിട്ട് ക്യാരറ്റിൽ നിന്ന് സാധിക്കും. പലരുടെയും ചർമ്മത്തിൻ്റെ രഹസ്യവും ഇത് തന്നെയാണ്. കാരണം എൻ്റെ മകളുടെ ചർമ്മം ഞാനിവിടെ തെളിവ് സഹിതം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. എൻ്റെ മകൾ ഇതാണ് ചെയ്യുന്നത്. 3 വയസ്സ് തൊട്ട് ഇപ്പോഴും എൻ്റെ മകൾ ഈ ഒരു ബാത്തിങ് പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. 3 വയസ്സ് തൊട്ട് ഇപ്പോഴും ഇടയ്ക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്നാലും ആ ഒരു സ്കിന്നിൻ്റെ കിട്ടിയ നിറമൊന്നും തിരിച്ച് പുറമോട്ട് പോകുന്ന പോലും ചെയ്യുന്നില്ല. കാരണം നല്ലതുപോലെ നമുക്ക് ആ ഒരു ഉപയോഗിച്ച് കിട്ടിയ നിറം പെർമനൻ്റ് ആയിട്ട് തന്നെ നിൽക്കാനും ഈ ഒരു ബാത്തിങ് പൗഡറിൽ നിന്ന് സാധിക്കും. ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഈ പറയുന്ന രീതിയിൽ ചെയ്തിട്ട് 1 മാസം ഉപയോഗിച്ചിട്ട് നിങ്ങൾ പിന്നീട് ഉപയോഗിക്കാതിരുന്നാലും നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു നിറം ഉണ്ടല്ലോ, 1 മാസം കൊണ്ട് കിട്ടുന്ന ആ ഒരു നിറം തിരിച്ച് പുറമോട്ട് പോവുക പോലും ചെയ്യില്ല. കാരണം അത്രമാത്രം നിങ്ങളുടെ സ്കിൻ ടോൺ കൂട്ടിയെടുക്കാനായിട്ട് ഈ ഒരു ബാത്തിങ് പൗഡറിൽ നിന്ന് സാധിക്കും. എത്ര കറുത്തവരാണെങ്കിലും നിങ്ങളുടെ ഒരു ചർമ്മത്തിൻ്റെ ഒരു 3 ഷെയ്ഡെങ്കിലും കൂട്ടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാത്തിങ് പൗഡറിൽ നിന്ന് സാധിക്കും. ഞാനിവിടെ തെളിവ് സഹിതം നിങ്ങളെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോസൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. കണ്ടല്ലോ. 3 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കും ഈ ഒരു ബാത്തിങ് പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. ചർമ്മത്തിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ബാത്തിങ് പൗഡർ കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അവർക്കല്ലേ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലും ഇല്ല. എത്ര വയസ്സായോ എത്ര പ്രായം ചെന്നവരാണെങ്കിലും ഈ ഒരു ബാത്തിങ് പൗഡർ ഉപയോഗിക്കാം. നിങ്ങളുടെ സ്കിൻ ടോൺ 1 മാസം കൊണ്ട് തന്നെ കൂട്ടിയെടുക്കാനായിട്ട് ഈ ഒരു ബാത്തിങ് പൗഡറിൽ നിന്ന് സാധിക്കും. ഇവിടെ ഞാൻ തെളിവ് കാണിച്ചല്ലോ. എൻ്റെ ചർമ്മത്തിലല്ല ഞാൻ ചെയ്തത്. നിങ്ങൾ വൈകി ഞാൻ പറയുന്നത് എൻ്റെ ചർമ്മത്തിൽ അയ്യേ ചുമ്മാതാണെന്ന് വിചാരിക്കരുത്. ഇവിടെ ഞാൻ എൻ്റെ മകളുടെ ചർമ്മത്തിൻ്റെ ആ ഒരു സീക്രട്ടാണ് ഇവിടെ പറഞ്ഞത് തന്നെ. പലരും എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബാത്തിങ് പൗഡർ ഇപ്പോൾ ഷെയർ ചെയ്തത്. കാരണം ഇത് പലർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബാത്തിങ് പൗഡർ. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇത് പറയുവാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് ചിന്തിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴായിട്ട് പലരും എന്നോട് ചോദിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു ബാത്തിങ് പൗഡർ ഞാൻ ഷെയർ ചെയ്തത്. ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടോൺ നല്ലതുപോലെ കൂട്ടിയെടുക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ ആഹാര കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കൂടി ചെന്നാലേ ഉള്ളൂ നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത്, അതായത് നമ്മുടെ ബോഡിയിൽ ഈ ഒരു ബാത്തിങ് പൗഡർ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലതുപോലെ സ്കിൻ ടോൺ കൂട്ടാനായിട്ട് എളുപ്പം തന്നെ സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ കൂടി വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമ്മൾ കൂടുതലും കഴിക്കുന്നത് ബ്ലഡ് നല്ലതുപോലെ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യുകയും അത് ആഹാരം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചാണെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് കുടിക്കാം. കൂടാതെ തന്നെ നമ്മുടെ ഈത്തപ്പഴം, നട്ട്സ്, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. പ്രത്യേകിച്ചാണെങ്കിൽ
ബ്ലഡ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അങ്ങനെ അതും കൂടി ചെല്ലുവാണെങ്കിൽ, ശരീരത്തിൻ്റെ ഉള്ളിലൂടെ ചെല്ലുവാണെങ്കിലും നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്താണെങ്കിലും വളരെ എളുപ്പം തന്നെ സ്കിൻ ടോൺ കൂട്ടാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങളെല്ലാവരും ചിന്തിക്കും പുറത്തിട്ടാൽ മതിയല്ലോ, അവിടെ അല്ലേ നമ്മുടെ സ്കിൻ ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് പുറത്തിടുന്ന കാര്യത്തിനകത്ത് മാത്രമാണ് പലരും ശ്രദ്ധ കൊടുക്കാറുള്ളത്. അങ്ങനെയല്ല, നമ്മുടെ ബ്ലഡിലൂടെയാണ് നമ്മുടെ പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ടാണ് നമ്മുടെ സ്കിൻ ടോൺ കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ അകത്തും കൂടി ചെന്നാലേ ഉള്ളൂ നമ്മൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. കഴിക്കുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ ഈ പറഞ്ഞ ഈ ഒരു ബാത്തിങ് പൗഡറും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വെറും 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ ഇത് 1 മാസമെങ്കിലും നിങ്ങൾ ചെയ്യണം. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു നല്ലതുപോലെ ഷെയ്ഡ് കൂട്ടാനും കൂടി സാധിക്കുകയുള്ളൂ. 1 മാസത്തിന് ശേഷം നിങ്ങളിത് നിർത്തിയാൽ പഴയതുപോലെ നിങ്ങളുടെ സ്കിൻ പോവുക പോലും ചെയ്യില്ല. 100% ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ പിമ്പിൾസിൻ്റെ ഭാഗത്ത്, അതായത് ഇപ്പം നിങ്ങളുടെ അറിയാമല്ലോ പിമ്പിൾസ് എങ്ങനെ വലിയ ഇതായിട്ടിരിക്കുമല്ലോ, ആ ഒരു ഏരിയയിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക. ബാക്കി നിങ്ങളുടെ ശരീരത്ത് ഇടുക. ഇപ്പം പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ അത് പൊട്ടിയിട്ട് മറ്റുള്ള ഏരിയയിലേക്കും അത് സ്പ്രെഡ് ആവുകയും അത് പിന്നീട് ഒരു പിമ്പിൾസ് ഫേസ് ഫുൾ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാൽ അത് ഇട്ടിട്ട് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് മസാജ് ചെയ്ത്, അതായത് നമ്മൾ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് റൗണ്ട് മസാജ് ചെയ്തിട്ടല്ലേ നമ്മളിത് ക്ലീൻ ചെയ്യുന്നത്. ഡ്രൈ ആകുമ്പോഴത്തേക്ക് ഉണങ്ങി പിടിക്കുമ്പോഴത്തേക്ക് ഇതാവുമല്ലോ. അപ്പോൾ നമ്മൾ മസാജ് ചെയ്ത് കളയുമ്പോൾ ആ പിമ്പിൾസ് പൊട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ അത് മസാജ് ചെയ്യാതെ തന്നെ വാഷ് ചെയ്ത് കളയുവാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ പിമ്പിൾസിനെ മാറ്റാനും ഈ ഒരു ബാത്തിങ് പൗഡറിന് സാധിക്കുന്നുണ്ട്. കാരണം എൻ്റെ മോളുടെ ചർമ്മത്തിൽ ചെറുതായിട്ടൊക്കെ പിമ്പിൾസ് വരാറുണ്ടായിരുന്നു. അപ്പോഴിത് ഉപയോഗിച്ചപ്പം കുഞ്ഞിന് പ്രശ്നമില്ല. പക്ഷെ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ മസാജ് ചെയ്യാതെ ക്ലീൻ ചെയ്യാനായിട്ടാണ് അവളോട് പറഞ്ഞത്. സ്പ്രെഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫേസിലിടുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ പിമ്പിൾസ് ഉള്ളവർ ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. ഇപ്പം നിങ്ങൾ ബോഡിയിലിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട്, അതായത് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വേണം ബോഡിയിൽ നിന്ന് വാഷ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ഈ ഒരു ബാത്തിങ് പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് സോപ്പോ ഒന്നും ഉപയോഗിക്കരുത്. നിങ്ങൾ അല്ലാത്ത, അതായത് പുറത്ത് പോകുന്ന സമയത്തൊക്കെ വരുന്ന സമയത്ത് മുഖം കഴുകാനായിട്ട് വേണ്ടി നിങ്ങൾ ഏതാണോ ഫേസ് വാഷ് ആണോ ഉപയോഗിക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കാം. നാച്ചുറൽ കാര്യമാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഇടുന്ന സമയത്ത് വാഷ് ചെയ്യാനായിട്ട് സോപ്പ് 1 മാസത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ബോഡിയിൽ നിന്ന് അതൊക്കെ വാഷ് ചെയ്ത് കളയുവാണെങ്കിൽ നമ്മുടെ ബാത്തിങ് പൗഡർ നമുക്ക് പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കിട്ടാനായിട്ട് ചാൻസ് കുറയും. നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ബോഡിയിൽ നിന്ന് വാഷ് ചെയ്യുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ഉപയോഗിച്ച് കഴിയാം, ചെറുപയർ, അങ്ങനെ നിങ്ങൾ അത് രണ്ടിനകത്ത് ഏതെങ്കിലും ഉപയോഗിച്ച് നിങ്ങളുടെ ബോഡി വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമ്മുടെ ബാത്തിങ് പൗഡർ തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഒക്കെ ലൈവായിട്ട് തന്നെ കാണാം. ഫുൾ ബോഡി വൈറ്റനിങ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ബാത്തിങ് പൗഡറാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഒരു ബാത്തിങ് പൗഡർ നിങ്ങളുടെ സ്കിൻ ടോൺ നല്ലതുപോലെ കൂട്ടിയെടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ഈ ഒരു ബാത്തിങ് പൗഡർ നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ട് നിങ്ങളുടെ ചർമ്മത്തിന് കിട്ടുന്നതാണ്. നമ്മുടെ ബീട്രൂട്ട് ബാത്തിങ് പൗഡറിനെക്കാട്ടിലും നല്ലപോലെ സ്കിൻ ടോൺ കൂട്ടിയെടുക്കാനായിട്ട് ക്യാരറ്റിൻ്റെ ബാത്തിങ് പൗഡറിൽ നിന്ന് നമുക്ക് സാധിക്കും. ഈ ഒരു ബാത്തിങ് പൗഡർ നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോൺ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ എളുപ്പം തന്നെ സ്കിന്നിന് നിറം നൽകാനായിട്ട് നമ്മുടെ ബീട്രൂട്ടിനെക്കാട്ടിലും എളുപ്പം തന്നെ ക്യാരറ്റിന് സാധിക്കുന്നതാണ്. ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടോണിനെ ഇംപ്രൂവ്മെൻ്റ് ആക്കാനും സ്കിൻ ടോൺ നല്ലതുപോലെ നിറം കൂട്ടാനും ഒക്കെ എളുപ്പം തന്നെ സഹായിക്കുന്നതാണ് ക്യാരറ്റിൽ നിന്ന്. ക്യാരറ്റിൽ പല കാര്യങ്ങളും അടങ്ങിയത് കൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ ടോൺ നല്ലതുപോലെ ഇംപ്രൂവ്മെൻ്റ് ആക്കാനും ഒക്കെ എളുപ്പം തന്നെ സാധിക്കുന്നതാണ്. കാരണം ബീട്രൂട്ടിനെക്കാട്ടിലും എളുപ്പമാണ് നമ്മുടെ ക്യാരറ്റിൽ നിന്ന് നിറം നൽകാനായിട്ട് സഹായിക്കുന്നത്. കാരണം നമ്മൾ പറയാറുണ്ട് റെഗുലറായിട്ട് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ നിറം വെക്കാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉള്ള കാര്യം തന്നെയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്യാരറ്റിൻ്റെ അളവെന്ന് പറയാം. ഒരു 5 ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ 4 ക്യാരറ്റും ഒരു കൊച്ചു ക്യാരറ്റുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം തൊലി നമുക്കിത് കളയണം. ഞാൻ തൊലി കളയട്ടെ.
നമുക്ക് ക്യാരറ്റ് സ്കിൻ ടോൺ കൂട്ടാനായിട്ടൊക്കെ എളുപ്പം തന്നെ ക്യാരറ്റിൽ നിന്ന് സാധിക്കും. ഇതിൻ്റെ തൊലി നമുക്ക് ഇതേപോലെ ഇങ്ങനെ കളയണം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കളയണം. ഞാനിപ്പം എടുത്തിരിക്കുന്ന ക്യാരറ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 5 എണ്ണമാണ്. നിങ്ങൾക്കിപ്പം വലിയ ക്യാരറ്റാണ് കിട്ടുന്നതെങ്കിൽ അതൊരു 3 എണ്ണം എടുത്താൽ മതിയാകും. ഇവിടെ മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാനിവിടെ 5 എണ്ണം എടുത്തത്. നമുക്ക് ഓരോന്നിൻ്റെയും തൊലി കളഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ ഇതേപോലെ തൊലി കളഞ്ഞെടുക്കണം. നമ്മുടെ ഈ ക്യാരറ്റിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നാരടങ്ങിയത് കൊണ്ട് തന്നെ ക്യാരറ്റ് നമുക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ നടത്താനായിട്ട് ക്യാരറ്റിൽ നിന്ന് സാധിക്കും. റെഗുലറായി ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്ന ഒരാളുടെ ചർമ്മം ഒരിക്കലും മറ്റുള്ള പ്രശ്നങ്ങൾ ഒന്നും വരിക പോലും ചെയ്യില്ല. കാരണം റെഗുലറായി ക്യാരറ്റ് കുടിക്കുന്ന ഒരാളിൽ ചർമ്മത്തിന് മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും വരാനായിട്ട് വളരെയധികം ചാൻസ് കുറവാണ്. ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്കിൻ ടോൺ കൂട്ടാനായിട്ടൊക്കെ എളുപ്പം സഹായിക്കുന്നതാണ്. നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ക്യാരറ്റ് റെഗുലറായി കഴിക്കുന്ന ഒരാൾക്ക് ക്യാൻസർ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വരെ ശക്തി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. കാരണം ക്യാരറ്റ് എന്ന് പറയുന്നത് വെറുതെ സലാഡിനകത്ത് ഉൾപ്പെടുത്തി കഴിക്കാം, കൂടാതെ തന്നെ ജ്യൂസ് ഉണ്ടാക്കി വരെ നമുക്ക് ഈ ക്യാരറ്റ് കഴിക്കാനായിട്ട് സാധിക്കും. കാരണം ഏറ്റവും നല്ല ഗുണമുള്ളതാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ക്യാരറ്റ് ജ്യൂസ് കൊടുക്കുന്നത് കൊണ്ടും നല്ലതാണ്. ക്യാരറ്റ് പല ഗുണങ്ങളാണ് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും ഒക്കെ നൽകുന്നത് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഒരു ബാത്തിങ് പൗഡർ ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അതിനെക്കാട്ടിലുമൊക്കെ എനിക്ക് നല്ലപോലെ മാറ്റം തോന്നിയത് നമ്മുടെ ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു ബാത്തിങ് പൗഡറിൽ നിന്നാണ് എനിക്ക് തോന്നിയത്. കാരണം കുഞ്ഞുങ്ങളിലാണെങ്കിലും ഒക്കെ നല്ലതുപോലെ സ്കിൻ ടോൺ കൂടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മളിപ്പം ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് കഴുകുമ്പോൾ മുഖത്തൊക്കെ അതിൻ്റെ ആ ഒരു ഇതിരിക്കുന്നതായിട്ട് തോന്നും കളറ്. പക്ഷെ ക്യാരറ്റ് നമ്മൾ അത് മാത്രം ഇട്ട് മുഖത്തും ശരീരത്തും ഒക്കെ ഇട്ടതിന് ശേഷം സോപ്പ് ഉപയോഗിക്കാതിരിക്കുവാണെങ്കിലും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അത് മുഖത്തും സ്കിന്നിലും നമ്മുടെ ബോഡിയിലൊന്നും പറ്റിയിരിക്കുന്നതായിട്ട് പോലും തോന്നില്ല. പക്ഷെ ഇതിലാണെങ്കിൽ പറയുവാണെങ്കിൽ ബീട്രൂട്ട് ചെയ്തപ്പോൾ അത് നമ്മൾ കഴുകി കളഞ്ഞാലും ബീട്രൂട്ടിൻ്റെ ആ ഒരു കളർ ബോഡിയിലൊക്കെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനങ്ങനെ നമ്മുടെ ഒരു ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് വേസ്റ്റ് ബക്കറ്റിലോട്ട് മാറ്റട്ടെ. അങ്ങനെ ഞാൻ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ബാത്തിങ് പൗഡർ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലതുപോലെ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ ഒരംശവും കാണാനായിട്ട് പാടില്ല. ക്യാരറ്റിൻ്റെ തൊലി കളയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കഴുകി എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞത്. കാരണം നമുക്ക് ഈ ഒരു ബാത്തിങ് പൗഡർ ഉണ്ടാക്കുന്നത് കുറച്ച് ദിവസം വരെയും കേടുകൂടാതെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ തൊട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ചീത്തയായി പോകും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ബാത്തിങ് പൗഡർ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ടും. പാത്രമാണെങ്കിലും ഒക്കെ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഇതുവരെയും നല്ലപോലെ ഡ്രൈ ആയിട്ട് വേണം എടുക്കാനായിട്ട്. ഞാൻ എന്തായാലും ഈ പാത്രം ഒന്ന് തുടയ്ക്കട്ടെ. അങ്ങനെ പാത്രം നല്ലൊരു തുണി വെച്ച് ഞാൻ തുടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുക്കണം. ചെറിയ ചെറിയ പീസാക്കി എന്തായാലും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. ഇതേ കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും സ്പീഡ് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് ഇടും. ചെറുത് കുറച്ചെടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തുമാണ് ഞാൻ ഇടാറുള്ളത്. എന്തായാലും ഞാൻ കുറച്ചെടുത്തിട്ട് ഞാൻ എന്തായാലും ഗ്രേറ്റ് ചെയ്യുകയാണ്. എനിക്ക് കട്ട് ചെയ്യാനായിട്ട് വയ്യ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളും അതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക കേട്ടോ. കാരണം ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തപ്പോൾ സമയത്താണെങ്കിൽ ചെറുതായിട്ട് അവിടെയൊക്കെ കിടക്കുമായിരുന്നു. ഞാൻ അതുകൊണ്ട് പിന്നീട് ചെയ്തപ്പോഴൊക്കെ ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തത്. എന്തായാലും ഞാൻ മുഴുവനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അങ്ങനെ ക്യാരറ്റ് എല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ബൗളിലേക്ക് നമ്മുടെ ആ ക്യാരറ്റും എല്ലാം ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഗ്രേറ്റ് ചെയ്തതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജ്യൂസ് അടിച്ചുകൊണ്ട് വരാം. ഒരു തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. മാത്രം ഇട്ടാണ് നമ്മൾ അരയ്ക്കേണ്ടത്. ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ. അങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റാം. പിന്നെ ഒരു പാത്രം എടുക്കാം. അതും നല്ലപോലെ ഡ്രൈ ആയിരിക്കണം. നമ്മൾ ഈ പാത്രം കഴുകിയിട്ട് തുടച്ചെടുത്തിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതിൽ നമ്മൾ അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പയും നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഇരിക്കണം. നമ്മൾ അതിലേക്ക് നമ്മുടെ ആ ഒരു അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ കൈ ഞെക്കിയിട്ട് പിഴിയുക.
കണ്ടല്ലോ വീഴുന്ന കണ്ട ആ ഒരു ജ്യൂസ്, അതിൻ്റെ എല്ലാം ആ ഒരു ജ്യൂസ് നമുക്ക് എടുക്കണം. ഞാനിപ്പം ഇത് അരയ്ക്കുന്നതിന് ആവശ്യത്തിന് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ഓൾറെഡി അതിനകത്ത് ക്യാരറ്റിനകത്ത് ആ ഒരു വെള്ളമാണ് മുഴുവനായി കിട്ടുന്നത്. ഇപ്പം നിങ്ങൾക്ക് അരയുന്നില്ല, അതായത് വെള്ളം അതിനകത്ത് നിന്ന് ഒട്ടും സത്ത് കിട്ടുന്നില്ല എങ്കിൽ മീഡിയം ചൂടുവെള്ളം ഒരു 3-4 സ്പൂൺ വരെയും ഉപയോഗിക്കാം, കുഴപ്പമില്ല. ചൂടുവെള്ളമേ ഉപയോഗിക്കാവുള്ളൂ, പച്ചവെള്ളം ഉപയോഗിക്കരുത് കേട്ടോ. മീഡിയം ചൂടുവെള്ളം ഉപയോഗിച്ച് വേണമെങ്കിലും നിങ്ങൾക്കിത് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമുക്കിതിൻ്റെ ആ ഒരു സത്ത് മൊത്തവും എടുക്കാം. ഞാൻ ഇപ്പം ഈ പറയുന്ന രീതിയിൽ ചെയ്യാനായിട്ട് നോക്കുക, എന്നാലേ നമുക്ക് ആ ഒരു ബാത്തിങ് പൗഡർ 1 മാസം വരെയും കേടുകൂടാതെ ഇരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാനിട്ട് ഇനി ബാക്കിയും ഇടട്ടെ. എനിക്കൊരു 1/2 കപ്പാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിപ്പം എടുക്കുന്ന സമയത്ത് വലിയ ക്യാരറ്റ് ആണെങ്കിലും നമ്മളിപ്പം 3 എണ്ണം എടുത്താലും 1/2 കപ്പായിരിക്കും കിട്ടുന്നത്. കൂടുതലായി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ചൂടാക്കി എടുക്കണം. ഞാനത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങളെ കാണിക്കാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ്. അതൊന്ന് ചൂടാവണം, അതിലെ വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റണം. അങ്ങനെ പാത്രം ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ഇതായിട്ട് വരും. അത് നല്ലൊരു പോലെ അതിൻ്റെ ആ ഒരു വെള്ളമെല്ലാം പറ്റുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു സ്പൂൺ വെച്ചിട്ട്, സ്പൂൺ നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം, അത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ആ ഒരു ക്യാരറ്റിനകത്ത് ജലാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചൂടാക്കുന്നത്. ഇത് ചൂടാക്കി കഴിയുമ്പോൾ നമുക്കിപ്പം 1/2 കപ്പാണ് ജ്യൂസ് കിട്ടിയത്. ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു അളവ് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പം 1/2 കപ്പ് തന്നെ കിട്ടണമെന്നില്ല. നമ്മുടെ ക്യാരറ്റിനകത്തൊക്കെ നല്ല രീതിയിൽ ജലാംശം കാണാനായിട്ട് ചാൻസ് ഉണ്ട്. ക്യാരറ്റിൻ്റെ ജ്യൂസിനകത്ത് ചെറിയ രീതിയിൽ ജലാംശമൊക്കെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ജലാംശമൊക്കെ പറ്റിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ജ്യൂസ് നമുക്ക് കിട്ടും. അതിനാണ് നമ്മുടെ ബാത്തിങ് പൗഡർ നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇത് കണ്ടോ, അടിപൊളിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട്. ഞാൻ എൻ്റെ മോളുടെ സ്കിന്നിലിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. എൻ്റെ മോളുടെ ആ ഒരു മുന്നത്തെ പിക്ചറും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. കുഞ്ഞിലെ നല്ല നിറം ഉണ്ടായിരുന്നു, പിന്നീട് നിറമൊക്കെ മങ്ങിപ്പോയായിരുന്നു. കുറച്ചിടാം. ഞാൻ ചെറിയ രീതിയിൽ തീ കൂട്ടിയിട്ടിട്ടാണ് വെള്ളം പറ്റിച്ചത്. ഇനി നമുക്കിത് തീ കുറച്ചിട്ട് വേണം ഇതാക്കിയെടുക്കാനായിട്ട്. എൻ്റെ മോളുടെ സ്കിൻ നല്ലതുപോലെ ഇതായി കഴിഞ്ഞപ്പോൾ കളറൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം വിഷമം വന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പഠനങ്ങളിൽ പഠിച്ച ആ ഒരു ബാത്തിങ് പൗഡർ ഉണ്ടാക്കി ഉപയോഗിച്ച്. കാരണം നല്ലപോലെ ചേഞ്ച് എൻ്റെ മോളുടെ സ്കിന്നിനുണ്ടായി. കാരണം ഞാൻ പോലും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ടായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ചർമ്മത്തിന് കിട്ടിയത്. ആ ഒരു ബാത്തിങ് പൗഡറിൻ്റെ മെയിനായിട്ടുള്ള ആദ്യത്തെ ഒരു കാര്യം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫാക്കാം. കണ്ടല്ലോ, ഇതേ രീതിയിലായിട്ടാണ് നമുക്കിരിക്കേണ്ടത്. ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റാം, ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു 1/2 കപ്പ് ബാത്തിങ് പൗഡറിൽ നിന്ന് നമുക്ക് ഒരു 6-7 സ്പൂണോളം, ബാക്കിയെല്ലാം വെള്ളമായിരുന്നു, അതെല്ലാം നല്ലതുപോലെ പറ്റിയിട്ട് അതിൻ്റെ ഒരു സത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ റൈസ് പൗഡറാണ്. റൈസ് പൗഡർ ഇപ്പോൾ പുട്ടിൻ്റെ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഇപ്പം സാധാരണ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ ഒരു പൗഡർ, റൈസ് പൗഡർ എടുക്കാവുന്നതാണ്. 6 സ്പൂണോളം റൈസ് പൗഡർ നമുക്ക് വേണം. 6 സ്പൂണോളം റൈസ് പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഞാനിപ്പം എടുത്തിരിക്കുന്നത് ചൂടോടുകൂടിയാണ് ഇത് എടുത്തിരിക്കുന്നത്. ആ ഒരു ചൂട് നമ്മൾ തയ്യാറാക്കില്ല, നേരെ എടുത്ത് ഇങ്ങോട്ട് താഴോട്ട് വെച്ചിട്ട് അതിലാണ് നമ്മൾ ഈ ഒരു പൊടി ഇട്ട് കൊടുത്തത്. നമ്മൾ അന്നേരം അങ്ങനെ ചെയ്താലേ നല്ലപോലെ നമ്മുടെ ഒരു ബാത്തിങ് പൗഡർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ചൂടാറിയതിന് ശേഷം നമ്മൾ റൈസ് പൗഡർ ഇടാനായിട്ട് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ അരിപ്പൊടി ഇടാനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്തിങ് പൗഡർ കറക്റ്റായി കിട്ടണം എന്നില്ല. നമുക്ക് കൈ വെച്ച്, നമ്മുടെ കൈയൊക്കെ നല്ലതുപോലെ ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. നമ്മളിനി അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പം കുറച്ചുകൂടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ഇടട്ടെ. ഇച്ചിരി ഒരു ഇതുണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ ഇടട്ടെ. എനിക്ക് അളവ് ഇങ്ങനെ ഇടുമ്പോൾ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. അങ്ങനെ 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡറും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ കൈകൾ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ആക്കി അതെല്ലാം കൂടി ഇതാക്കി മിക്സാക്കി എടുക്കുക. എന്തായാലും ഞാനൊന്ന് മിക്സാക്കി എടുക്കട്ടെ.
നിങ്ങളെ കാണിക്കുക. ഇതുണ്ട് ഞാൻ ആക്കി കൊടുത്താൽ മതി. അന്നേരത്തേക്ക് അതങ്ങ് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും. നമ്മൾ ഇത് ചൂടാക്കണ്ട എന്ന് പറയാൻ കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. റൈസ് പൗഡർ വളരെ കുറവാണുള്ളത്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ മിക്സ് ആവാനും ഒക്കെ താമസമാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാലും കേടുകൂടാതെ ഇരിക്കും കേട്ടോ. കുറേയധികം ദിവസം, അതായത് 1 മാസം വരെയും നമുക്കിത് കേടുകൂടാതെ ഇരിക്കും. ഇത് നിങ്ങളുടെ മുന്നിൽ കാണുന്ന, ഇപ്പം വീഡിയോയിലൂടെ കാണുന്ന സമയത്താണെങ്കിൽ വൈറ്റ് കളറിലായിട്ടായിരിക്കും കാണുന്നത്. ഇത് നല്ല നമ്മുടെ ക്യാരറ്റിൻ്റെ കളറില്ല, അതേപോലെയാണ് ഈ ഒരു പൗഡർ ഇരിക്കുന്നത്. 3 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എൻ്റെ മോൾക്ക് 4ാമത്തെ വയസ്സിലോട്ടാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഞാൻ ഈ ഒരു ബാത്തിങ് പൗഡർ അവൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം. അതൊരു നല്ലതുപോലെ മിക്സായി കിട്ടണം. നമ്മുടെ കൈകൾ കൊണ്ടാണ് നമ്മൾ ബാക്കിയെല്ലാം മിക്സ് ആക്കുന്നത്. നമ്മളിത് മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്കും നേരത്തെ ആ ചൂടൊക്കെ അങ്ങ് മാറും. ഞാൻ എന്തായാലും ഇതൊന്ന് മിക്സ് ആക്കട്ടെ. എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ബാത്തിങ് പൗഡർ അതിലേക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നമ്മൾ ഇടയാൻ വേണ്ടി ഒരു അരിപ്പയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാത്തിങ് പൗഡർ തയ്യാറാക്കി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. അതിന് ശേഷം ഇത് നല്ലതുപോലെ നമ്മളിങ്ങനെ വെച്ചിട്ട് ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബാത്തിങ് പൗഡർ താഴേക്ക് വീഴും. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്കിതൊന്ന് ഇടഞ്ഞെടുക്കാം. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ നാട്ടിൽ പറയുന്നത് ഇടഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. നമുക്കിത് നല്ലതുപോലെ ഇടഞ്ഞെടുക്കാം. നമ്മളിങ്ങനെ ഇതിനകത്ത് കിടക്കുന്ന ഈ ഇതുണ്ടോ, ഇതിങ്ങനെ കൈ കൊണ്ടാക്കി കൊടുത്താലും ബാക്കി അതിനകത്ത് നിന്ന് അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ നമ്മുടെ ആ ഒരു ഇതിലേക്ക് വീഴുന്നതായിരിക്കും. എന്തായാലും ഞാനിതൊന്ന് നല്ലതുപോലെ ഇടഞ്ഞെടുക്കട്ടെ. താഴോട്ട് വീഴുന്നുണ്ടോ? ഞാൻ ഇടഞ്ഞെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഉടച്ചു കൊടുക്കാനും നോക്കണം. ഇടയുന്നതനുസരിച്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുമ്പോൾ അതിനകത്ത് ഉള്ള ഒരു ഇതൊക്കെ താഴോട്ട് വീഴും. അതാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഞാനിതൊന്ന് എടുക്കട്ടെ. ചെറിയ രീതിയിൽ നനവുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് അയ്യോ ഇങ്ങനാണോ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കരുത്. ആ ഒരു നനവുള്ളതാണ്, അത് കുഴപ്പമൊന്നുമില്ല. നമുക്കിത് നല്ലതുപോലെ ഇടഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഇടഞ്ഞെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ ബാക്കി ഇരുന്നതെല്ലാം ഇടഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയുമാണ് അതിൻ്റെ ആ ഒരു ബാക്കി വന്ന വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതും നമുക്ക് കയ്യിലും ഒക്കെ ഇടാവുന്നതാണ്. എന്തായാലും ഞാൻ ബാക്കിയുള്ളത് നിങ്ങളെ കാണിക്കാം. ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാത്തിങ് പൗഡർ എല്ലാം കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയാണ് കിട്ടിയത്. കണ്ടോ, ഒരു ഓറഞ്ച് കളർ കണ്ടോ. നമ്മുടെ ചർമ്മം നല്ലതുപോലെ നിറം വെക്കാനായിട്ട് ഈ ഒരു ബാത്തിങ് പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കട്ടെ. ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. നമ്മളിപ്പോൾ എടുക്കുന്ന ആ ഒരു ടിന്ന് നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. അതിലേക്കാണ് നമ്മൾ ബാത്തിങ് പൗഡർ ഇട്ട് വെക്കേണ്ടത്. ഞാനിപ്പം എടുത്തത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ക്യാരറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് എടുത്താൽ മതിയാകും. ഞാനിപ്പം കുറച്ചാണ് ഉണ്ടാക്കുന്നത്. 2 ആഴ്ചത്തേക്കുള്ളതാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് 1 മാസം 1.5 മാസം വരെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. കേടുകൂടാതെ ഇരിക്കുന്നതാണ്. ചിലയിടത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണെങ്കിൽ ഇപ്പം കൂടുതലായിട്ടും കേടുകൂടാതെ ഒരു 3-4 മാസം വരെയും ഇരിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ ഇപ്പം നാട്ടിലെ കാലാവസ്ഥ വെച്ചാൽ ചൂടാണ്. അപ്പോഴാണെങ്കിൽ 1 മാസം വരെയും ഈ ഒരു ബാത്തിങ് പൗഡർ കേടുകൂടാതെ ഇരിക്കും. കാരണം നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നമ്മൾ മറ്റുള്ള കെമിക്കലൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് 1 മാസം വരെ ഇരിക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളു. ഇപ്പം കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ളതാണെങ്കിൽ ഇപ്പം നമ്മൾ പോലും കാണുന്നില്ലല്ലോ. അതൊക്കെ ആണെങ്കിൽ 2-3 മാസം അല്ലെങ്കിൽ 6 മാസം വരെയൊക്കെ അതിരിക്കും. പക്ഷെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമ്മളുണ്ടാക്കുന്ന ഈ ഒരു ബാത്തിങ് പൗഡർ 1 മാസം വരെയും നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥയ്ക്ക് 1 മാസം വരെയും, അല്ലാത്ത കാലാവസ്ഥയിലാണെങ്കിൽ ഒരു 6 മാസം വരെയും കേടുകൂടാതെ ഇരിക്കും, തണുപ്പുള്ള പ്രദേശത്തൊക്കെ ആണെങ്കിൽ. അങ്ങനെ ഞാൻ എൻ്റെ ബാത്തിങ് പൗഡർ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? 2 രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. ആ 2 രീതിയും ഞാൻ നിങ്ങളെ കാണിക്കാം. രീതിയിലാണ് നമുക്ക് തയ്യാറാക്കുന്നത്. ഒന്നാമത്തെ രീതിയിൽ തയ്യാറാക്കുന്നത് ഞാനിപ്പോൾ കാണിക്കാം. അതായത് നമ്മൾ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്കിപ്പം 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ആ ഒരു ബാത്തിങ് പൗഡർ നമ്മൾ എടുക്കണം. 1.5 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ശരീരം മുഴുവനായിട്ട് നമുക്കിത് 1.5 ടേബിൾ സ്പൂൺ ബാത്തിങ് പൗഡർ മതിയാകും. അതിലേക്ക് നമുക്ക് പച്ചപ്പാൽ, അതായത് റോ മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർത്ത് കൊടുക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കാം.
ഓക്കെ, ഞാനിവിടെ എടുക്കുന്ന റോ മിൽക്കിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മളിപ്പം 1.5 ടേബിൾ സ്പൂണാണ് നമ്മുടെ ബാത്തിങ് പൗഡർ ഇട്ടത്. അതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ റോ മിൽക്ക് ചേർത്ത് കൊടുക്കണം. 2.5 ടേബിൾ സ്പൂണാണ് റോ മിൽക്ക് ചേർക്കേണ്ടത്. ഓക്കെ, 2.5 ടേബിൾ സ്പൂൺ റോ മിൽക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ട് നല്ല ലൂസ് പരുവത്തിലായിട്ട് നമുക്കിത് കിട്ടണം. കണ്ടോ, കളർ തന്നെ മാറിയത് കണ്ടോ, ഓറഞ്ച് കളറായത് കണ്ടോ. നമ്മുടെ ക്യാരറ്റിൻ്റെ കളർ അറിയാമല്ലോ, അതേപോലെ ആയിട്ടാണ് ഈ ഒരു ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കി എല്ലാം കൂടി എടുക്കുക. അതായത് ഇതേപോലെ ലൂസായിട്ടിരിക്കണം. ഇതാണ് നമുക്ക് വേണ്ടത്. കണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, കാരണം നമ്മുടെ ശരീരം മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. വളരെ കട്ടിക്കിടുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ചർമ്മത്തിലൊന്നും പിടിക്കില്ല. ഒരു ലൂസായിട്ട് ഇടുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് നമുക്ക് ഇടാനും കൂടാതെ തന്നെ അത് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാനും ഒക്കെ പെട്ടെന്ന് തന്നെ ഇടയാവുകയും കൂടി ചെയ്യും. ഞാനിത് എൻ്റെ കയ്യിലും എൻ്റെ മോടെ ചർമ്മത്തിലും ഒക്കെ ഇട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ കയ്യിൽ എന്തായാലും ഞാനൊന്ന് ഇട്ട് നിങ്ങളെ കാണിക്കാം. ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഞാനിപ്പം ഇടുന്നത്. ഇതേപോലെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ലൂസായിട്ട് ഇരിക്കും. പക്ഷെ എന്നാൽ ഇത് നിങ്ങൾ വിചാരിക്കരുത് ഈ പാലും വെള്ളം പോലെ ഇരിക്കുക, അല്ല. ഇതാണ് വേണ്ടത്, ഈ പരുവത്തിലായിട്ടാണ് വേണ്ടത്. എന്നാലേ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അങ്ങ് ഡ്രൈ ആയിട്ട് അങ്ങ് മാറും. അല്ല തിക്കായിട്ട് ഇടുവാണെങ്കിൽ, നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇടുവാണെങ്കിൽ കുറേയധികം ടൈം നമുക്ക് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത്രയും ലൂസായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അതങ്ങ് കയറി അങ്ങ് പിടിക്കും. ഓക്കെ, ഞാൻ എൻ്റെ സ്കിന്നിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ കൈകളിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ ആ ഒരു വ്യത്യാസം കാണിക്കാം. പിന്നെ കൂടാതെ തന്നെ ഞാൻ ഫേസിലും ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കുമല്ലോ. എന്തായാലും ഞാൻ ഫേസിലും ഇട്ടിട്ടുള്ള വ്യത്യാസം കാണിക്കാം. അങ്ങനെ കുറച്ച് നേരം വെച്ച് ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം. കണ്ടോ, സ്കിന്നിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ. നമ്മൾ അടുത്ത രണ്ടാമത്തെ ബാത്തിങ് പൗഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ ആദ്യമേ തന്നെ വേണം. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഒരു ബാത്തിങ് പൗഡർ കണ്ടല്ലോ, കളർ കണ്ടോ, ഒരു 1.5 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ബാത്തിങ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് മിക്സാക്കാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ റോസ് വാട്ടറാണ്. നിങ്ങൾക്ക് റോസ് വാട്ടർ ഇല്ല എങ്കിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ നമ്മുടെ പാല് വെച്ചിട്ടുള്ളത് ഉപയോഗിക്കാം. നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങളിലാണെങ്കിൽ നമ്മുടെ പാൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പം കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിന് റോസ് വാട്ടറൊക്കെ ചേർക്കുന്നത് അത്ര നല്ലതല്ല. റോസ് വാട്ടറാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിൻ്റെ അളവെന്ന് പറയുന്നത് ഞാൻ കാണിക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണാണ് നമുക്ക് നമ്മുടെ റോസ് വാട്ടർ വേണ്ടത്. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കണം. റോസ് വാട്ടർ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. അതിന് പകരം ഞാൻ പറഞ്ഞല്ലോ, പാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തൈര് ഉപയോഗിക്കാം. നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ ഇത് മിക്സ് ആക്കണം. കണ്ടോ, മിക്സ് ആക്കുമ്പോൾ കണ്ടോ, ഇതേപോലെ ഇരിക്കും. നമ്മൾ മിൽക്ക് വെച്ച് ചെയ്യുമ്പോൾ വളരെ ലൂസായിട്ട് കിട്ടത്തില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് ഇതും വേണ്ടത്. ഓക്കെ, അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് ഇട്ടിട്ടുള്ള റിസൾട്ടും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാനിപ്പം ചെയ്യുന്നത് എൻ്റെ മോടെ ചർമ്മത്തിലാണ് ഇത് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത്. അതിട്ടിട്ടുള്ള വ്യത്യാസമൊക്കെ ഞാൻ നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിക്കാം. അങ്ങനെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മളിങ്ങനെ പിടിച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട്, കാരണം താഴോട്ട് വീഴും. അത്ര കട്ടിയായിട്ടല്ലല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നത്. എന്തായാലും ഫേസ് ഫുള്ളായിട്ട് ഞാൻ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി കഴുത്തേൽ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യത്യാസം കാണുന്നതിന് വേണ്ടിയാണ് കഴുത്തേലും ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഞാൻ തുടച്ചിട്ടുള്ള വ്യത്യാസമൊക്കെ കാണിക്കാം. ഒന്ന് ഉണങ്ങുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം തുടച്ചിട്ടുള്ള വ്യത്യാസമൊക്കെ ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ഒരു സ്പോഞ്ചിൽ വെള്ളം ചേർത്തിട്ട് തുടയ്ക്കുകയാണ്. തുടയ്ക്കുമ്പോൾ ഒരു വ്യത്യാസം കണ്ടോ സ്കിന്നിൻ്റെ. ഞാൻ അടുത്ത് വെച്ച് നിങ്ങളെ കാണിക്കാം. കണ്ടോ, നമ്മുടെ ഫേസിനകത്തെ പിമ്പിൾസും ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരു ബാത്തിങ് പൗഡറിൽ നിന്ന് സാധിക്കും. തുടച്ചപ്പോൾ ഒരു വ്യത്യാസം കണ്ടല്ലോ. ഇങ്ങനെയാണ് തയ്യാറാക്കിയെന്നൊക്കെ ഉള്ളത് കണ്ടല്ലോ. എൻ്റെ മോടെ ചർമ്മത്തിൻ്റെ ആ ഒരു കളറൊക്കെ കണ്ടല്ലോ. അവളുടെ ചർമ്മത്തിന് ഇപ്പോൾ ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു നിറം കണ്ടത്.
കാരണം നല്ലതുപോലെ സ്കിൻ ടോൺ കൂട്ടിയെടുക്കാനായിട്ട് ഈ ഒരു ബാത്തിങ് പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. ഉറപ്പായിട്ടും ഈ ഒരു ബാത്തിങ് പൗഡർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. നല്ലതുപോലെ നിങ്ങളുടെ ചർമ്മത്തിന് മാറ്റം കിട്ടുന്നതാണ്. ഉപയോഗിച്ചിട്ടുള്ള ആ റിസൾട്ടും വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.